വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ചിന്താവിഷയം. ഗബ്രിയേൽ ദൂതൻ നസ്രത്തിലെ കന്യകയായ മറിയത്തിന് മംഗളവാർത്ത അറിയിക്കുന്ന ഈ നിമിഷം രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം മനുഷ്യനായി അവതരിക്കാൻ തിരഞ്ഞെടുത്തത് വിനയത്തിന്റെ പര്യായമായ ഒരു സാധാരണ പെൺകുട്ടിയെയായിരുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന വചനം കേട്ട് ഭയപ്പെട്ട മറിയത്തോട് ഭയപ്പെടേണ്ടെന്ന് ദൂതൻ ആശ്വസിപ്പിക്കുന്നത് നമുക്കും വലിയൊരു പാഠമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന വാഗ്ദാനം ദൈവത്തിന്റെ സാന്നിധ്യം എന്നും നമ്മോടൊപ്പമുണ്ടെന്ന ബോധ്യം നൽകുന്നു. അസാധ്യമായതൊന്നുമില്ലാത്ത ദൈവത്തിനു മുൻപിൽ മറിയം സ്വയം സമർപ്പിക്കുകയാണ് ചെയ്തത്. രക്ഷകന്റെ അമ്മയാകുക എന്ന വലിയ നിയോഗം വിനീതമായി സ്വീകരിച്ചതിലൂടെ മറിയം സകല വിശ്വാസികൾക്കും നിങ്ങൾക്കും എനിക്കും മാതൃകയായി തീർന്നു. ഈ മംഗളവാർത്ത തിരുനാൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ അപ്രതീക്ഷിതമായ വിളികളെ സ്വീകരിക്കാനുള്ള ഒരുക്കമാകണം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് നമ്മിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ എന്ന മറിയത്തിന്റെ മറുപടി ക്രൈസ്തവ ജീവിതത്തിന്റെ ആണിക്കല്ലാണ്. തന്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്ന അനിശ്ചിതത്വങ്ങളെക്കാൾ മറിയം വിശ്വസിച്ചത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ആയിരുന്നു. മറിയത്തിന്റെ ഈ ഫിയാത്ത്, അതല്ലെങ്കിൽ സമ്മതം വഴിയാണ് ലോകത്തിന് പ്രത്യാശയുടെ പ്രകാശം ലഭിച്ചത്. കത്തോലിക്ക സഭ ഈ ദിനത്തെ ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിന്റെ ആരംഭമായി ഭക്തിപൂർവം ആഘോഷിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവഹിതം തിരിച്ചറിയാനും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കാനും നമുക്ക് സാധിക്കണം. മറിയത്തെ പോലെ ദൈവകൃപയിൽ ആനന്ദിക്കാനും പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തിപ്പിന് വിധേയപ്പെടാനും ഈ വചനം നമ്മെ പ്രേരിപ്പിക്കട്ടെ. ഓരോ ക്രൈസ്തവനും ക്രൈസ്തവളും ദൈവത്തിന്റെ വചനം തന്റെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ അനുവദിക്കണം. എളിമയുള്ള ഹൃദയങ്ങളിൽ മാത്രമാണ് ദൈവം തന്റെ കൂടാരം അടിക്കുന്നത് എന്ന് മറിയത്തിന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ തിരുനാൾ ദിനത്തിൽ മറിയത്തിന്റെ വിനയവും ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസവും നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങൾക്കിടയിലും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന സത്യം നമുക്ക് കരുത്ത് നൽകും. മറിയത്തിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.